ഇന്ന് എനിക്കൊരു അലോക്കേഷ്യയുടെ എലിഫൻ്റ് ഇയർ എന്ന് പറഞ്ഞ ആ ചെടിയുടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മലയാളത്തിൽ അതിൻ്റെ പേര് ആനച്ചേമ്പ്, മാറാഞ്ചേമ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന സാധനമാണ്. അപ്പോൾ എനിക്കത് തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരതിന് തടയായിരുന്നു കൊടുത്തു വിട്ടിരുന്നത്. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഞാനിതിവിടെ കൊണ്ട് നട്ടിട്ട് ടാങ്കിലെ വെള്ളം വീഴുന്നിടത്ത് നട്ടത് കിളുത്ത് വന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഞാനത് പറിച്ചിന് ചട്ടിയിലോട്ട് മാറ്റാൻ പോവാം. 2 തടയാണ് കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ആദ്യം വെച്ചത് ഈ പറമ്പിൽ പന്നിയൊക്കെ കയറുന്ന, അപ്പോൾ അതിൽ കുത്തിക്കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് കിളുത്തിട്ട് അടുത്തത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഇന്ന് വലിയ ചട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇളക്കി നല്ല വേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം വീഴുന്നതായതുകൊണ്ട് വേഗം കിളുത്തു അവിടെ വെച്ചപ്പോൾ. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് മറ്റതും കൂടെ അവിടെ ഒന്ന് കൊണ്ട് വെക്കണം. അതുകൂടെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഞാൻ 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്, വലിയവരെ പോലത്തത്. ഒരുമിച്ച് നടാഞ്ഞത് അതിന് നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വെച്ചിട്ട് ഒരുമിച്ച് ഞാൻ നടാഞ്ഞത്. ഇനി മറ്റേ തടയെടുത്തിട്ട് ഞാനത് ഇപ്പുറത്ത് തന്നെ വെച്ചു, മതിലിനിപ്പുറത്ത് തന്നെ വെച്ചു. അതിലും കുറച്ചൊക്കെ വേര് വന്നിട്ടുണ്ട്, പക്ഷേ ഇലയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനത്തെ 2 എണ്ണമാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതിനെ അപ്പുറത്ത് കൊണ്ട് വെച്ച് അതുകൂടെ പിടിപ്പിച്ചെടുക്കണം. ഇത് ഞാനൊരു 10-11 മണിയായപ്പോഴത്തേനും ചെയ്ത പണി. അപ്പം നല്ല വെയിലായതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ നടാനായിട്ട് വൈകുന്നേരത്തേന് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എടുത്തു വെച്ചതേ ഉള്ളൂ, മണ്ണും എടുത്തു വെച്ചു. ഇപ്പം ഞാൻ വൈകുന്നേരമായിട്ട് ആയപ്പോഴത്തേനും നടാനായിട്ട് റെഡിയായി. വെയിലത്ത് ഒത്തിരി സമയം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നടാമെന്ന് വെച്ചു. ചട്ടിയുടെ അടിഭാഗത്ത് കരിയിൽ നിറച്ചിട്ട് തന്നെയാണ് മണ്ണ് നിറച്ചത്. ഇത് ചേമ്പ് എടുത്തു വെച്ചപ്പം അതിൻ്റെ തടയുടെ വലുപ്പം കൊണ്ട് അത് ശരിക്കും കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ തടയുടെ കുറച്ച് ശകലം ഞാൻ മുറിച്ച് കളഞ്ഞു. ഒരു ചെറിയൊരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അന്നേരം കുറച്ച് അതിനകത്ത് കണക്കായിട്ട് നിന്നിട്ടുള്ളൂ. എന്നാലും ഒരു നടുക്കായിട്ട് നിൽക്കുന്ന പോലെയല്ല, തട ഇച്ചിരി വലുതായതുകൊണ്ട്. ചട്ടിയിലോട്ട് മാറ്റിക്കൊണ്ട് 2-3 ദിവസം തണലത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഷെയ്ഡിലോട്ടാണ് വെച്ചത്. ഫ്രണ്ടിൽ വെച്ചിട്ടില്ല. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും വെക്കാമെന്ന് വിചാരിച്ചു.
വെള്ളം നനച്ചു. ബാക്കി സൈഡിൽ കുറച്ച് ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്തു. ഇലയായിട്ടല്ല, ഇല മുറിച്ച് കളഞ്ഞതിന് എൻ്റെ തണ്ട് ബാക്കി നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഈ ചേമ്പിൻ്റെ കഴിക്കുന്നതുമാണെന്ന് തോന്നുന്നു കേട്ടോ, അതിൻ്റെ തട കഴിക്കുന്നതുമാണ് എല്ലാവരും. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ചെടിയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പം ഇനി വേറെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.